പാലക്കാടിന്റെ ഉത്സവ പെരുമയായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രസന്നിധിയിൽ 17 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. പാലപ്പുറം എ സദാനന്ദ പുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച ചിനക്കത്തൂർ ദേവസ്വത്തിന്റെ വകയായിരുന്നു കൂത്ത്. കലാമണ്ഡലം കുട്ടിക്കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കീചകവധം, കഥകളി, കേളി, കുഴൽപ്പറ്റ്, കമ്പം കത്തിക്കൽ എന്നിവ നടന്നു. പിന്നീടുള്ള 7 ദിവസങ്ങളിൽ 7 ദേശകമ്മിറ്റികളുടെ കൂത്ത് നടക്കും. ക്ഷേത്ര മൈതാനിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായി. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ കഥകളി, ഗാനമേള, നാടൻപാട്ട്, ആധുനിക സംഗീത നിശകൾ, തായമ്പക, നൃത്തപരിപാടി, സംഗീത കച്ചേരി ഉൾപ്പെടെ പരിപാടികൾ അരങ്ങേറും. പാട്ടുതാലപ്പൊലിയും ഗുരുതിയും 17-ന് നടക്കും. തോൽപ്പാവക്കൂത്ത് അവസാനിക്കുന്ന 19-ന് പൂരത്തിന് കൊടിയേറും. 28-ന് പൂരത്താൽപ്പൊലിയും മാർച്ച് 1-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. 2-നാണ് കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണമാണ്. അതുമാത്രമല്ല, മറ്റു പൂരങ്ങളിൽ ഇല്ലാത്ത തേര്, തട്ടുമേക്കൂത്ത്, പൂതൻ തിറ, വെള്ളാട്ട്, അങ്ങനെ അനുഷ്ഠാന കലകളെല്ലാം ഉൾപ്പെടുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു പൂരമാണ് ചിനക്കത്തൂർ പൂരം. അതുപോലെ ആറാട്ടുമേളമുണ്ട് നമ്മുടെ ചിനക്കത്തൂർ കാവില്. അങ്ങനെ എല്ലാ വാദ്യകലാകാരന്മാരും എല്ലാ പ്രഗത്ഭരും ഒത്തുവരുന്ന ഏറ്റവും നല്ല ഗജവീരന്മാർ അണിനിരക്കുന്ന, അതിലുപരി എല്ലാ ദേശങ്ങളിലും വിവിധ കലാപരിപാടികളോടുകൂടി പ്രശസ്തമായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് എല്ലാ ദേശങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല ഒരു പൂരം കാഴ്ചവെക്കാൻ വേണ്ടി ഈ സെൻട്രൽ കമ്മിറ്റിയും മറ്റ് 7 ദേശ കമ്മിറ്റികളും ദേവസ്വവുമെല്ലാം ഒത്തൊരുമയോടുകൂടി ഈ പരിപാടിയെ ഏറ്റവും പരിപൂർണ വിജയത്തിലേക്ക് ഏറ്റവും നല്ല കാഴ്ചയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കമ്മിറ്റി അഹോരാത്രം പ്രയത്നിക്കും.